നെല്ലിയാമ്പതിയിൽ ഒരു ഇന്നത്തെ കാണുന്ന നെല്ലിയാമ്പതി ആയിരുന്നില്ല. ഒരു 30 നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു 30 വർഷം മുമ്പുണ്ടാകുന്ന നെല്ലിയാമ്പതി ഇന്നത്തെ പോലെ ഒരു സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത, വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത, ഒരു ബസ് 1-2 ബസ്സുകൾ മാത്രം ഓടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു നെല്ലിയാമ്പതി. അന്ന് ഈ നെല്ലിയാമ്പതിയുടെ ഈ അവസ്ഥ എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെയുള്ള അവസ്ഥയൊന്നുമല്ല. അന്ന് വ്യാപകമായിട്ട് എസ്റ്റേറ്റിൽ ഇപ്പോൾ കാപ്പി, ചായ, അതുപോലുള്ള പിന്നെ കുരുമുളക്, പിന്നെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്, എസ്റ്റേറ്റുകളിൽ അങ്ങനെ ഉള്ളത്. അപ്പോൾ ആ ഇതിൽ വെച്ചിട്ട് അവർക്ക് അതിനേക്കാളും കൂടുതലുണ്ടാകുന്ന വെച്ചാൽ വളരെ കാലങ്ങളോളം വർഷങ്ങളോളം പഴക്കമുള്ള വളരെ ഇതായിട്ടുള്ള വലിയ മരങ്ങൾ അത് മുറിച്ചു മാറ്റുക. അത് ഈ പുതിയ തേയില കൃഷിയുടെയും കാപ്പി കൃഷിയുടെയൊക്കെ പിന്നെ ഷെയ്ഡാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് മുറിച്ചു മാറ്റുന്ന ഒരു വലിയൊരു സംവിധാനം ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്കറിയാം. പണ്ട് ഈ ഇതുപോലൊരു മരമുറി നെല്ലിയാമ്പതി തൊട്ട് താഴെ അതിലൊരു പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. അന്ന് സുഗതകുമാരി അടക്കമുള്ള ആൾക്കാർ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ലോബി, അതായത് മരമുറി ലോബി എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് കേരളത്തിലെ ഇന്ത്യയിലെ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ വളരെ സെൻസിറ്റീവായി പ്രതികരിച്ച ഒരു സംഭവമായിരുന്നു അത്. അന്ന് അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഇവിടെ നെല്ലിയാമ്പതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു, ദേശാമനിലെ രാജകുമാർ. പുള്ളി ഇപ്പോൾ റിട്ടയർ ചെയ്ത് ദേശാമനിൽ റിട്ടയർ ചെയ്തു. ഞാൻ മാത്രമാണ് ഇപ്പോൾ ആ സീരീസിലുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത നമ്മൾ കുറേ കാര്യങ്ങൾ ഈ നെല്ലിയാമ്പതിയിലെ അന്നത്തെ തോട്ടം തൊഴിലാളികൾക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു തോട്ടം തൊഴിലാളികളുണ്ട്. അന്നും ഉണ്ട് ഈ പ്രകൃതി സ്നേഹവും ഈ എന്താണ് പരിസ്ഥിതി എന്നുള്ള അവർക്കൊന്നും അതിനെക്കുറിച്ചുള്ള ഇപ്പോൾ ഒന്ന് സണ്ണി സാറ് പറഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അന്ന് തോട്ടം തൊഴിലാളികൾ അന്ന് തന്നെ ഈ കാര്യങ്ങളിൽ വളരെ വിജിലൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് മരമുറികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു എസ്റ്റേറ്റ് ഉണ്ട്. അത് ശരിക്കും ഒരു എസ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഒരു വലിയ വനമാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, ഈ ഉത്തരേന്ത്യയിലെ വനങ്ങൾ സാറ് സൂചിപ്പിച്ചു, അതുപോലെയല്ല ഇവിടുത്തെ ഈ ഒരു വനം ശരിക്കും ഒരു സൈലന്റ് വാലി, ഇത് സമാപനമായിട്ടുള്ള ഒരു എസ്റ്റേറ്റ് മുഴുവൻ അത്രയും വലിയ മരങ്ങളും അത്രയും ഇതായിട്ടുള്ള മരങ്ങളാണ്. ആ മരങ്ങളിൽ ഇവരെന്താ വെച്ചാൽ നമ്മൾ ഈ പണ്ട് ഉണങ്ങിയ മരങ്ങൾ മുറിക്കേണ്ട മറവിലാണ് അന്ന് മരങ്ങൾ മുറിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ മെർക്കുറിയും അതുപോലെ ആസിഡൊക്കെ കുത്തിവെച്ചിട്ട് മരങ്ങളെ കുത്തിവെക്കും. അതിന് മരത്തിൻ്റെ അടിയിൽ വേരിൽ കുത്തിവെക്കും. എന്നിട്ട് അത് ഒരു വർഷം 2 വർഷമൊക്കെ കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഉണങ്ങും. അപ്പോൾ അവർക്ക് അതിൻ്റെ പേരും പറഞ്ഞ് മുറിക്കാം, മരസംഭീഷണിയാണെന്ന് പറഞ്ഞ് മുറിക്കാം. അപ്പോൾ അങ്ങനെ മുറിക്കുന്ന ഒരു ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ കാടിനുള്ളിൽ 3-4 കിലോമീറ്റർ ഒറ്റയ്ക്ക് ഞാനും എൻ്റെ സുഹൃത്തുമായിട്ടുള്ള അജയനും അതുപോലെ തന്നെ ഇവിടുത്തെ തോട്ടം തൊഴിലാളികളും പോയിട്ട് അങ്ങനെ വാർത്ത എഴുതി അതുപോലെ തിരിച്ചു വരുമ്പോൾ അന്ന് ഇതുപോലുള്ള ക്യാമറ സൗകര്യങ്ങളും മറ്റു സിസ്റ്റമില്ല. അന്ന് ചെറിയൊരു ക്യാമറയാണ്, ഫിലിം ക്യാമറ, അത് മാത്രമാണ് എൻ്റെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് തൊഴിലാളികൾ ഈ ജംഗ്ഷനിൽ നമ്മുടെ ഈ ജംഗ്ഷനിൽ വന്നപ്പോഴുണ്ട് അവിടെ നിന്ന് ഒരു സംഘം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ ക്യാമറ തരണം, നിങ്ങൾ പിന്നെ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് നിങ്ങൾ ചുരമിറങ്ങാൻ നിങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടായി. അത് വെച്ചാൽ ക്യാമറയിൽ ഉണ്ടാകുന്ന അതിലെടുത്ത പടങ്ങൾ അവർക്കറിയാം, അത് വലിയ ആ വാർത്ത വലിയ സംഭവമായിരുന്നു. അന്ന് ദേശാമണിയിലും മാധ്യമത്തിലുമൊക്കെ 1-ാം പേജിൽ വളരെ ചർച്ച ചെയ്ത, നിയമസഭയൊക്കെ ചർച്ച ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ എന്താണ് അത്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാതെ എനിക്കറിയില്ല. അന്ന് ഇതുപോലുള്ള ചാനലുകളോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ മീഡിയാസാണ് അന്ന് കൂടുതൽ, പത്രങ്ങളാണ്, അച്ചടി മാധ്യമങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത്. അന്ന് അതിന് കിട്ടുന്ന ഒരു ബലം, ആ ബലം ഉണ്ടല്ലോ, അതാണ് നെല്ലിയാമ്പതി എന്നെ അങ്ങനെ സമൂഹത്തിൻ്റെ ഈ ഇതിലേക്ക് നമ്മളെ അറിയിക്കാൻ നെല്ലിയാമ്പതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെല്ലിയാമ്പതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അതുപോലെ കുറേ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുകൊണ്ട് എനിക്ക് എന്നും നെല്ലിയാമ്പതിയോട് ഭയങ്കര സ്നേഹമാണ്. മാത്രമല്ല ഇപ്പോൾ നെല്ലിയാമ്പതി ഇപ്പോൾ ഒരു ദുരന്തത്തിൻ്റെ ഒരു മുഖത്താണ് നിൽക്കുന്നത്. നമ്മൾ ഈ കാണുന്ന മുഖമല്ല, നെല്ലിയാമ്പതിയുടെ ഉള്ളിൽ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഈ തോട്ടങ്ങളിൽ വെക്കുന്ന മരുന്നുണ്ട്, ആ മരുന്ന് മുഴുവൻ ഒഴുകിയെത്തുന്നത് താഴെയുള്ള ഈ പുഴയിലാണ്. ഈ പുഴയിൽ ഇതാണ് കാരപ്പാറ പുഴയായിട്ട് നമ്മുടെ പറമ്പിക്കുളത്തും അവിടുത്തെ കുടിവെള്ളവും മറ്റു വെള്ളങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന ഇതൊക്കെ ഇതിലേക്ക് ഒഴുകി പോകുന്ന ഇതാണ്. അവിടെ അതിരപ്പള്ളിയിലേക്ക് വരുന്നൊരു പുഴ, ഈ പുഴയുടെ വേറെ ഡൈവേർഷൻ അതിരപ്പുഴയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളമാണ് ഈ നമ്മൾ കുടിവെള്ളമൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയും വലിയൊരു പ്രശ്നം സീരിയസ് ആയിട്ടുണ്ട്. പക്ഷേ ഇതാരും ശ്രദ്ധിച്ചില്ല. ഇന്നിപ്പോൾ സാറ് ഞങ്ങൾ കാറിൽ വരുമ്പോഴാണ് സംസാരിച്ചത്, അതൊരു വലിയ ദുരന്തത്തിലേക്കാണ് ഈ സംഭവം വരുന്നത്. ഇപ്പോഴും നമ്മൾ നോക്കിയാൽ പല തോട്ടത്തിൽ നോക്കിയാൽ തോട്ടത്തിനകത്ത് കയറരുത്, ഇതടിച്ചിട്ടുണ്ടാവും, കീടനാശിനി കളിച്ചിട്ടുണ്ട്, തോട്ടത്തിനകത്ത് കയറുന്നത് അപകടമാണ്. നമ്മൾ പല ഭാഗത്ത് നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇപ്പോഴും നിൽക്കുകയാണ്, അതിൽ മാറ്റം വരുന്നില്ല. എന്താ വെച്ചാൽ അത് ആ കാപ്പി തേയിലയ്ക്ക് ആ സാധനം വേണമെന്നാണ് ഇവർ ചോദിച്ച് പറയുന്നത്.
പക്ഷേ എന്ത് ഇതായിട്ടും അവരത് നിർത്തുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ ഇങ്ങനെ ഇത് നമ്മുടെ കുടിവെള്ളം പോലും വിഷം കലർന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നെല്ലിയാമ്പതിയിലൊരു ദുരന്തം ഒന്ന്. രണ്ട്, ഇവിടെ ലാൻഡ് ഷെയ്ഡുകൾ വളരെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 2018 ഉണ്ടായ ഏറ്റവും വലിയ പ്രളയത്തിൽ ഇവിടെ നിന്ന് ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു തൊഴിലാളികൾ താമസിക്കുന്ന ഒരു പാടിയിലെ 3-4 വീടുകൾ മൊത്തം വലിച്ചിറക്കി മുഴുവൻ ഒരു 600-800 മീറ്റർ മുഴുവൻ ഉരുൾപൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചിത്രം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാനിന്ന് ഇങ്ങനെയുള്ള ഇതിൽ തപ്പിയെടുക്കാതെ പറ്റിയില്ല. അതെന്ന് വെച്ചാൽ ആ വീടുകളുടെ അടിക്കൂടെ ഇങ്ങനെ പോയിട്ട് വീടുകളുടെ മേൽഭാഗം സ്കെൽറ്റൻ ഇങ്ങനെ നിൽക്കുന്ന ഭയങ്കര നമ്മുടെ മനസ്സിനെയൊക്കെ ശങ്കിനെ വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ അതാണ് അതിൻ്റെ ഒരു സാധനം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഭാഗത്ത് ലാൻഡ് ഷെയ്ഡ് ഉണ്ട്. ഈ തേയിലത്തോട്ടത്തിനുള്ളിൽ തന്നെ വലിയ കുറേ ലാൻഡ് ഷെയ്ഡുകളുണ്ട്. അവിടെ കിണർ ഇടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് നിങ്ങൾ അവിടെ പോയോന്ന് എനിക്കറിയില്ല, സീതാരാമൻകുടി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റ് ഉണ്ട്. ആ രണ്ട് അപ്പുറത്ത് തൊട്ട് പലകപ്പണ്ടി എസ്റ്റേറ്റ് ഉണ്ട്. അത് നമ്മുടെ ഇതിൻ്റെ താഴ്വരയിലാണ്. അവിടുത്തെ അതും ഏത് സമയത്തും ഈ താഴേക്ക് പോകുന്നത് ചെസ്സിൻ്റെ പഠനമുണ്ട്. ഏത് സമയത്തും ഒരു പ്രളയം, നല്ലൊരു ശക്തമായ ഒരു ഇടിച്ചിലോ അല്ലെങ്കിൽ ഒരു പ്രളയമോ വന്നാൽ അത് ഇതാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മാത്രമല്ല, നെല്ലിയാമ്പതിയിൽ ഇപ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് സ്പീഷീസ് ആയിട്ടുള്ള സസ്യങ്ങളുണ്ട്, പുഷ്പ സസ്യങ്ങളുണ്ട്, അതുപോലെ മൃഗങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ കരടിയുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട്. അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ 1 വർഷം മുമ്പാണ് നമ്മൾ തൊട്ട് ഇവിടുന്ന് പോകുമ്പോൾ അവിടെ ഒരു പള്ളിൻ്റെ തൊട്ടിപ്പുറത്തൊരു കോളനിയുണ്ട്. അവിടെ ഒരു വലിയ കിണറുണ്ട്. അന്ന് ഈ മുള്ളംപന്നി പിടിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു കടുവ ഓടി ആ വലിയ കിണറത്ത് പെട്ടിട്ട് അത് ചത്തിരുന്നു. അപ്പോൾ അത് അതിനർത്ഥം എന്താ, ഇവിടെ നെല്ലിയാമ്പതിയിൽ കടുവയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തൊട്ടിപ്പുറത്ത് ഒരുപാട് ഇതുകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുലിയുണ്ട്. അതുപോലെ തന്നെ കുറേ കാട്ടുപോത്തുകൾ ഈ ഭാഗത്ത് പോയി നോക്കിയാൽ പറ്റും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നെല്ലിയാമ്പതിയിൽ ഗ്രൂപ്പായിട്ടുള്ള ഈ മിന്നാമിനുങ്ങളുടെ അതൊരു ഏപ്രിൽ ലാസ്റ്റ് വെയിലായ സംഭവം ഗ്രൂപ്പായിട്ട് എവിടെ പോയി നോക്കിയാലും കാണാം. നമുക്ക് ഈ മിന്നാമിനുകളുടെ ഒരു സംഘം, വലിയ ഗ്രൂപ്പാണ്. നല്ല രസമാണ്. ഈ നമ്മുടെ മാല ബൾബിട്ട പോലെ ഇങ്ങനെ രാത്രിയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അതുപോലെ ഏറ്റവും കൂടുതൽ വേഴാമ്പലുകൾ കാണാൻ പറ്റുന്ന കൂടുകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. നേരത്തെ പറമ്പിക്കുളമൊക്കെ ആയിരുന്നു. സലീമലി പോലുള്ള പക്ഷി നിരീക്ഷകരുടെ ഇതിൽ വന്നിട്ട് ഈ നെല്ലിയാമ്പതി എന്നത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. പക്ഷേ നെല്ലിയാമ്പതിയിൽ ഇപ്പോൾ 8 പോയിൻ്റ് എന്തോ ഉണ്ടെന്നാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വേഴാമ്പലുള്ള കൂടുകൾ കിട്ടുന്നത്. വേഴാമ്പൽ കൂടുകൾ കിട്ടുമ്പോൾ ഈ വന്യജീവി ഫോട്ടോഗ്രാഫർമാർക്ക് അറിയാം നെല്ലിയാമ്പതിയെ അവിടെ വേഴാമ്പലിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. എന്താ വെച്ചാൽ എപ്പോഴും നോക്കിയാൽ, നിങ്ങൾ ഏത് സമയം നോക്കിയാൽ ഇവിടെ നിന്ന് റോഡ് സൈഡിൽ പോകുമ്പോൾ തന്നെ അവിടെ ഒരു റോഡ് സൈഡിൽ ഒരു നെസ്റ്റ് ഉണ്ട്. ആ നെസ്റ്റിൽ ഒരു 10-20-30 പേര് ഇങ്ങനെ നിന്ന് എടുക്കുന്നതാണ്. അത്രയും ഒരു എന്താ ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ എന്തുകൊണ്ട് ഞാനിങ്ങനെ സാറ് ചോദിക്കുകയായിരുന്നു, എന്തുകൊണ്ട് ഈ നമ്മൾ ഇവിടെ ഒരു ഇതായിട്ട് പ്രഖ്യാപിച്ചുകൂടാ, ഒരു സങ്കേതമായിട്ട് വന്യജീവി സങ്കേതമായിട്ട് നെല്ലിയാമ്പതി പ്രഖ്യാപിച്ചുകൂടാ. ബീച്ചിലൊക്കെ ഇത്രയും ഇല്ല എന്നാണ് സാറ് പറയുന്നത്. പക്ഷേ നെല്ലിയാമ്പതിയിൽ ഒരുപാട് വൈവിധ്യങ്ങളും ജൈവ വൈവിധ്യങ്ങളും അതുപോലെ മൃഗ വൈവിധ്യങ്ങളും ഒക്കെയുള്ള ഈ സ്ഥലം, നമുക്കൊരു ജൈവ വൈവിധ്യ മേഖലയായിട്ടുള്ള ഈ സ്ഥലം എന്തുകൊണ്ട് ചെയ്തില്ല? അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയാണത്തിലാണ് ഞാനും നമ്മുടെ അർഷാവനും ടീമൊക്കെ. അതിനുവേണ്ടി അടുത്ത ഒരു ഉദ്യാനം ഉണ്ടാക്കാനുള്ള സർക്കാരിലേക്കും മറ്റ് കേന്ദ്ര സർക്കാരിലേക്കൊക്കെ സമ്മതി ചെലുത്താനുള്ള കുറേ ക്യാമ്പയിനൊക്കെ ആയിട്ട് ഇങ്ങനെ നടത്താനുള്ള ഒരു ഇതിലാണ്. അത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അങ്ങനെയുള്ള ക്യാമ്പയിനിലും കാര്യങ്ങളിലൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് അനുഭവം വല്ലാതെ നല്ലൊരു അനുഭവം, ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരിക്കും. പിന്നെ എന്നിൽ കുറച്ചുകൂടെ കൂടുതൽ ഇതുപോലുള്ള ക്യാമ്പുകൾ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അത്തരം ക്യാമ്പുകൾ കഴിയട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പിന്നെ നമുക്ക് ഒരു ഇൻട്രാക്ഷൻ സമയമില്ലാത്തതുകൊണ്ടാണ്, നിങ്ങളൊക്കെ പോകാനുള്ളൊരു മൂഡിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി അടുത്തൊരു പരിപാടിയിൽ നമുക്ക് കണ്ടുമുട്ടുമെങ്കിൽ വിശദമായ കാര്യങ്ങളിലേക്ക് നമുക്കൊരു ഇൻട്രാക്ഷൻ നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിട പറയുന്നു. നമസ്കാരം.